ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. അപ്പോൾ ഞാനിന്ന് നിങ്ങളുടെ മുമ്പിൽ 3/4 സ്ലീവിൽ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഡിസൈൻ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് നമുക്ക് ബിഗിനേഴ്സിന് പോലും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. കാരണം ഇത് സ്റ്റിച്ച് ചെയ്തൊന്നും വെക്കുന്നില്ല, എല്ലാം കമ്മിങ് ആണ്. അതുകൊണ്ട് തന്നെ കാണുന്നവർക്ക് പോലെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു വർക്കാണ്. അപ്പോൾ ഇതിന് എന്തൊക്കെ മെറ്റീരിയൽസ് ആണ് ആവശ്യം, അതുപോലെ തന്നെ ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നൊക്കെ ഞാനിപ്പോൾ പറഞ്ഞുതരാം കേട്ടോ. അത് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന ക്ലോത്ത് എന്ന് പറയുന്നത് നമ്മുടെ സെറ്റ് സാരിയുടെയൊക്കെ ക്ലോത്ത് ഇല്ലേ, അതായത് കസവിൻ്റെ ക്ലോത്ത്, അതാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് ഞാൻ 3/4 എൻ്റെ 3/4 അളവിൽ ഞാൻ 2 പീസ് വെട്ടി വെച്ചിട്ടുണ്ട്. 2 കൈക്ക് വേണ്ടിയിട്ടുള്ള പീസ് ഞാൻ വെട്ടി വെച്ചിട്ടുണ്ട്. നല്ല ഷൈനിങ് ഉള്ള ക്ലോത്താണ്, കണ്ടോ, വെട്ടി വെച്ചിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് നമുക്ക് ആവശ്യമുള്ളത് ഇതുപോലുള്ള ബോൾ ചെയിൻ ആണ്. നമുക്ക് ആവശ്യമുള്ളത് ഇതുപോലുള്ള ബോൾ ചെയിൻ. ഇതിനൊന്നും അധികം വിലയൊന്നും വരുന്നില്ല, 5 രൂപ എങ്ങാണ്ടാണ് ഒരു മീറ്ററിനൊക്കെ. ഇതിപ്പോൾ റോളായിട്ട് മേടിച്ച് വെക്കുമ്പോൾ ഒന്നുകൂടെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കിട്ടും എമൗണ്ട്. ഇത് സ്മോൾ ബോൾ ചെയിൻ ആണ്, ഏറ്റവും ചെറിയ സൈസിലുള്ള ബോൾ ചെയിൻ ആണ്. ഇത് നമുക്ക് ആവശ്യമുണ്ട്. അത് കഴിഞ്ഞ് നമുക്ക് ആവശ്യമുള്ള ഇതുപോലുള്ള മൈക്രോ ബീഡ്സ് ആണ്. ഇത് കണ്ടത്, ഇത് ഷുഗർ ബീഡ്സ് അല്ല, ഷുഗർ ബീഡ്സിനെ കാട്ടിലും ഒന്നുകൂടെ ചെറുത്, അതായത് നമുക്ക് തയ്ച്ച് വെക്കാൻ പറ്റാത്ത അത്രയും ചെറിയ ഹോളുള്ള തരത്തിലുള്ള മൈക്രോ ബീഡ്സ് ആണ്. കണ്ടോ, മൈക്രോ ബീഡ്സ് എന്ന് പറഞ്ഞ് ചോദിച്ചാൽ നമുക്ക് ഷോപ്പിലൊക്കെ അവൈലബിൾ ആണ്. തീരെ ചെറിയ ഹോളായിരിക്കും, നമുക്ക് സൂചിയൊന്നും കിടക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു ബീഡ്സ് ആണിത്, മൈക്രോ ബീഡ്സ്. അത് നമുക്ക് ആവശ്യമുണ്ട്. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് ഫെവിക്രിലിൻ്റെ ഗമ്മാണ്. അടുത്തതായിട്ട് നമുക്ക് ഇതുപോലുള്ള സ്റ്റോൺസ് വേണം. ഇത് നമ്മൾ ഗോൾഡ് സ്റ്റോൺ ആണ് എടുത്തിരിക്കുന്നത്. സ്റ്റോൺ കണ്ടോ, അതായത് പോയിന്റഡ് സ്റ്റോൺ എന്ന് പറയും ഇതിൻ്റെ പേര്, അല്ലാണ്ട് ഫ്ലാറ്റ് ആയിട്ടുള്ളതല്ല. ഇവിടെ ബാക്ക് വശം ഇതുപോലെ കൂർത്തിങ്ങനെ ഇരിക്കും, കണ്ടോ, ഇതാണ് പോയിന്റഡ് സ്റ്റോൺ. ഇത് എല്ലാ ഷോപ്പിലും അവൈലബിൾ ആണ്, ഇതും വേണം. അടുത്തായിട്ട് നമുക്ക് ആ സ്റ്റോൺ ഒട്ടിച്ച് വെക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ബേസ് വേണം. ഇത് ചക്കിരി എന്നാണ് ഇതിൻ്റെ പേര്. ഇപ്പോൾ ഓർണമെൻറ്റ്സ് മേക്കിംഗ് ഒക്കെ ചെയ്യുന്നവർക്ക് പരിചിതമാണ് ഈ സാധനം, എല്ലാവർക്കും അറിയാൻ പറ്റും. ഈ ചക്കിരി എന്ന് പറയും ഈ ഒരു ബീഡ്. ഇത് നമുക്ക് ആവശ്യമുണ്ട്. ഇനി നമുക്കിത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ വെട്ടി വെച്ചിട്ടുണ്ടല്ലോ, 2 പീസ് സ്ലീവ് ഞാനിവിടെ വെട്ടി വെച്ചിട്ടുണ്ട്. അതിലിപ്പോൾ ഒരു പീസിൽ ഞാനിപ്പോൾ കാണിച്ചു തരാം. ഇപ്പോൾ ഒരു പീസ് ഞാൻ എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഞാനൊരു സ്ലീവിൽ വർക്ക് ചെയ്യാൻ പോവുകയാണ്. അതിൻ്റെ അടിയിൽ ഞാനൊരു പേപ്പർ വെച്ചിട്ടുണ്ട്. അതിപ്പോൾ റഫ് പേപ്പർ ഏതായാലും കുഴപ്പമില്ല. അടിയിൽ പേപ്പർ വെക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഗം ചെയ്യുവാണ്. അപ്പോൾ ഗം ചെയ്യുമ്പോഴത്തേക്കും താഴത്ത് ഒട്ടിപ്പിടിക്കാനുള്ള ചാൻസും ഉണ്ട്, അല്ലെങ്കിൽ താഴത്തിട്ടേക്കുന്ന ഫാബ്രിക് മോശമാകാനുള്ള ചാൻസും ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് അടിയിലൊരു റഫ് പേപ്പർ ഇടുന്നത്. ഇപ്പോൾ ന്യൂസ് പേപ്പർ ആയാലും കുഴപ്പമില്ല. ഇപ്പോൾ എൻ്റെ കയ്യിൽ കിട്ടിയൊരു പേപ്പർ ഞാൻ അടിയിൽ ഇട്ടെന്നേ ഉള്ളൂ. ഇനി നമുക്ക് വർക്ക് ചെയ്യാം. ഇപ്പം ഞാനിവിടെ 1.5 ഇഞ്ച് വീതിക്ക് നല്ല 2 സ്ട്രെയിറ്റ് ലൈൻ വരച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ ഈ 2 സ്ട്രെയിറ്റ് ലൈനിലും ഈ ബോൾ ചെയിൻ എടുത്തിട്ട് ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് ഒട്ടിച്ചു കൊടുക്കുക. ഫസ്റ്റ് നമുക്ക് അതാണ് ചെയ്യേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫാബ്രിക് റില്ലിൻ്റെ ഗ്ലൂ എടുത്തിട്ട് നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് ഈ ബോൾ ചെയിൻ ഒട്ടിച്ചു കൊടുക്കാം. ഇപ്പോൾ ഗമ്മ് ഞാനിവിടെ തേച്ചിട്ടുണ്ട്. അപ്പുറത്ത് കുറച്ച് ഒരു 2 ഇഞ്ചോളം ഞാൻ വിട്ടിട്ടുണ്ട്. കാരണം നമ്മുടെ തയ്യൽത്തുമ്പാണ്, ഇല്ലെങ്കിൽ നമ്മൾ വർക്കിൻ്റെ ഇടയിൽ പെട്ടിട്ട് സൂചിയൊക്കെ ഒടിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടിട്ട് 2 ഇഞ്ച് ഞാൻ അപ്പുറവും ഇപ്പുറവും വിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബോൾ ചെയിൻ ആ അളവിൽ കട്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് ഇതുപോലെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം അവിടെ. ഇത് കറക്റ്റ് ലെവൽ അല്ലെങ്കിൽ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. ഒന്നെങ്കിൽ കൈവച്ച് കൊടുക്കുക, ഇല്ലെങ്കിൽ ഒരു സൂചി ഉണ്ടെങ്കിൽ സൂചി എടുത്തിട്ട് ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. എന്നിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം കേട്ടോ, ഇല്ലെങ്കിൽ ചിലപ്പോൾ ഗമ്മ് എല്ലായിടത്തും ഒന്നും പറ്റത്തില്ല. അതുപോലെ തന്നെ ഈ വശം ഒട്ടിച്ചു വയ്ക്കുക.
ഇതും മറ്റേതിൽ ചെയ്ത പോലെ തന്നെ ഗമ്മ് പറ്റാത്ത വശത്തൊക്കെ ഗമ്മൊക്കെ നന്നായിട്ട് ഫിക്സ് ചെയ്ത് വെക്കുക. ഒന്ന് പ്രസ് ചെയ്ത് ലെവലാക്കി വെക്കുക. ചിലരിങ്ങനെ ചെയ്യുമ്പോഴേ കൈ വിറക്കും. അപ്പോൾ മാക്സിമം സൂചി വെച്ചിട്ട് ചെയ്യാൻ നോക്കുക. ഇപ്പം നന്നായിട്ട് തൊട്ടിയിട്ടുണ്ട്. ഇനി ഒന്ന് ഇത് ഉണങ്ങണം, ഒന്ന് ഡ്രൈ ആവണം. അതിന് വേണ്ടിയിട്ട് ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഇത് ഒരുവിധം ഒട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്തതായിട്ട് ചെയ്യാൻ പോകുന്നത് ഈ ഫാബ്രിക് ഗ്ലൂ ഉപയോഗിച്ചിട്ട് ഈ ഉള്ളിലുണ്ടല്ലോ, ഇതിൻ്റെ ഉള്ളിൽ ഈ 1.5 ഇഞ്ച് ഈ ഫുള്ള് ഈ ഭാഗത്ത് മുഴുവനും നമ്മൾ ഈ ഗമ്മ് തേച്ചിട്ട് ഈ മൈക്രോ ബീഡ്സ് ആഡ് ചെയ്ത് കൊടുക്കാൻ പോവുകയാണ്. നല്ല രീതിക്ക് തേച്ച് കൊടുക്കണം. അല്ലാണ്ട് നമ്മൾ ഇടവിട്ടിട്ട് ചിലയിടത്ത് ഗമ്മ് പിടിക്കാണ്ട് വരരുത്. അങ്ങനെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ചെയ്യുന്ന ഒരു വർക്കിനൊരു ഫിനിഷിങ് ഉണ്ടാവില്ല. ഇപ്പം നമ്മൾ എല്ലായിടത്തും ഇതേപോലെ ഗം ഇട്ടിട്ടുണ്ട്. ഇനി നമ്മൾ കൈ കൊണ്ട് ഒന്ന് എല്ലായിടത്തും ആകത്തക്ക വിധത്തിൽ ഒന്ന് തൂത്ത് കൊടുക്കുക. കൈ ഉപയോഗിക്കാനായിട്ട് ഇഷ്ടമില്ലാത്തവർ ഒരു ബ്രഷ് ഉപയോഗിച്ചിട്ടാണെങ്കിലും ഇങ്ങനെ ചെയ്താൽ മതി. ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ ചില സ്ഥലത്ത് ഒട്ടത്തില്ല, ചില സ്ഥലത്ത് ഒട്ടും, അങ്ങനെ ഇരിക്കും. അപ്പോൾ ഒരു ഫിനിഷിങ് ഉണ്ടാവില്ല നമ്മൾ ചെയ്യുന്നതിൽ. ഒരു ചെറിയ ഗ്യാപ്പ് പോലും വരാണ്ട് എല്ലായിടത്തും ഈ ഗം എത്തണം. അപ്പോൾ ഫുൾ ഇതേപോലെ തേച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാനുള്ളത് ഈ മൈക്രോ ബീഡ്സ് ഇതിലേക്ക് ഫിക്സ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ട് ഈ മൈക്രോ ബീഡ്സ് എടുത്തിട്ട് ഇതുപോലെ തൂവിക്കൊടുക്കുക. എല്ലായിടത്തും എത്തുന്ന രീതിക്ക് തൂങ്ങിക്കൊടുക്കുക. ഇപ്പം കണ്ടോ, ഇത് നന്നായിട്ട് തൂകി വിട്ടിട്ടുണ്ട്. എല്ലായിടത്തും എത്തക്ക രീതിയിൽ തൂകി വിട്ടിട്ടുണ്ട്. ഇനി നമ്മൾ നന്നായിട്ട് കൈ കൊണ്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. ഒട്ടാത്ത ബീഡ്സ് ഒക്കെ കൂടെ ഒന്ന് നന്നായിട്ട് ഒട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ നമ്മളിങ്ങനെ ടാപ്പ് ചെയ്ത് കൊടുക്കുന്നത്. ഇപ്പോൾ ടാപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഉണങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്യരുത്. അതിന് മുമ്പ് തന്നെ ഇതിങ്ങനെ കുടഞ്ഞെടുക്കുക. ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോയെന്ന് എനിക്ക് അറിയത്തില്ല. കുടഞ്ഞെടുക്കുമ്പോൾ ഈ ബോൾ ചെയിൻ്റെയൊക്കെ മുകളിൽ ഇതേപോലെ ബീഡ്സ് വന്നിരിക്കും. അതൊക്കെ നമ്മൾ തൂത്തിങ്ങനെ എടുക്കുക. അപ്പോൾ നമ്മൾ എക്സസ് ആയിട്ട് വന്നിരിക്കുന്ന എല്ലാ ബീഡ്സും നമ്മൾ പുൾ ഔട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. കാണിച്ചു തരാം കേട്ടോ. ഈ ബോൾ ചെയിൻ്റെ മുകളിലൊക്കെ പറ്റിപ്പിടിച്ചിരുന്ന ബീഡ്സൊക്കെ നമ്മൾ ഇളക്കി കളഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഇടയിൽ കുറച്ചുകൂടെ ഗമ്മുണ്ട്. കണ്ടോ, കുറച്ചുകൂടെ ഗമ്മുണ്ട്. മുഴുവൻ ബീഡ്സ് നമുക്ക് ഒട്ടിയിട്ടില്ല. അപ്പോൾ ഒന്നുകൂടെ ഇതുപോലെ തന്നെ ബീഡ്സ് നമുക്ക് ഇതിൻ്റെ മുകളിൽ വിതറി കൊടുക്കാം.
നമ്മൾ നേരത്തെ തന്നെ ചെയ്ത പോലെ തന്നെ ഈ ബീഡ്സ് ഇങ്ങനെ കളയാം. ഇതുപോലെ ഒരു 2-3 തവണയെങ്കിലും ഇതേപോലെ ചെയ്യണം, എന്നാലേ എല്ലായിടത്തും ബീഡ്സ് നമുക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാൻ പറ്റത്തുള്ളൂ. ഇപ്പം നമ്മൾ എല്ലായിടത്തും നല്ല രീതിക്ക് ഒട്ടിയിട്ടുണ്ട്. ഇനി കുറച്ച് ഡ്രൈ ആവാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം കൊടുക്കുക. ഒരു 5 മിനിറ്റ് ഓളം ഒന്ന് ഡ്രൈ ആവാൻ സമയം കൊടുക്കുക. എന്നിട്ട് നമുക്ക് അടുത്ത ഡിസൈൻ ചെയ്തെടുക്കാം. എന്ന് വെച്ചാൽ ഇത് ഫുള്ള് ഒരു ദിവസമെങ്കിലും നമുക്ക് ഉണങ്ങാൻ വെച്ചാലേ ഇത് നല്ല കറക്റ്റായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ ഈ ഒരു ഡ്രസ്സ്. ഇല്ലെങ്കിൽ വാഷ് ചെയ്യുമ്പോൾ പോകും. അപ്പോൾ ഇപ്പം ഞാൻ അടുത്ത ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. ഒരു 5 മിനിറ്റെങ്കിലും ഇതൊന്ന് ഡ്രൈ ആവട്ടെ. ഇല്ലെങ്കിൽ അടുത്ത ഡിസൈൻ ചെയ്യുമ്പോൾ നമുക്കിതെങ്കിലും പൊക്കുകയോ പിടിക്കുക എന്തെങ്കിലും വേണമെങ്കിൽ നമുക്ക് ഈ ബീഡ്സ് ഇളകിപ്പോരും, അപ്പോൾ തന്നെ ഇളകിപ്പോരും. അതുകൊണ്ടിട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത വർക്ക് ചെയ്യാം. അപ്പോൾ ഇത് ഒരുവിധം ഒട്ടിയിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് നമുക്ക് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ ഇതേപോലുള്ള ചക്കിരി, ഈ ചക്കിരി മുത്തും അതുപോലെ തന്നെ ഈ പോയിൻറ്റഡ് സ്റ്റോണും, ഇത് രണ്ടും വെച്ചിട്ടാണ് നമുക്കിനി ചെയ്യാനുള്ളത്. നമ്മൾ സാധാരണ ബീഡ്സൊക്കെ നമ്മൾ സ്പ്രെഡ് ചെയ്ത് കൊടുക്കൂലേ, അതുപോലെ തന്നെയാണ് ഇതും ചെയ്യുന്നത്. കാണിച്ചു തരാം. അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് നമ്മൾ ലെവൽ ചെയ്തിട്ട് നേരെ ഗ്യാപ്പിട്ട് ഗമ്മിട്ട് കൊടുക്കുക. അതിനുശേഷം ഒരു ചക്കിരി വെക്കുക. ഫസ്റ്റത്തെ ഗ്ലൂ കുറച്ച് കൂടിപ്പോയെന്ന് തോന്നുന്നു, സാരില്ല, അഡ്ജസ്റ്റ്. ഇതേപോലെ എല്ലാ ഗമ്മിട്ട ഭാഗത്തും ചക്കിരി വെച്ച് കൊടുക്കുക. നമ്മളിപ്പോൾ ഇങ്ങനെ ഒട്ടിക്കുമ്പോൾ ഉണ്ടല്ലോ, നമ്മൾ നേരത്തെ ചെയ്ത ഈ വർക്ക് ഉണങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ തൊടുമ്പോൾ അതെല്ലാം പോരും. അതുകൊണ്ടിട്ടാണ് ഞാൻ പറഞ്ഞത് ഒരു 5 മിനിറ്റെങ്കിലും ഡ്രൈ ആവാൻ വെച്ചിട്ട് അടുത്ത വർക്ക് നമ്മൾ ചെയ്യാനായിട്ട് പോകാവുള്ളൂ. ഇല്ലെങ്കിൽ ചെയ്തതൊക്കെ വെറുതെ ആയിപ്പോവും. ഇപ്പം നമ്മൾ ഇതുപോലെ തന്നെ ചക്കിരി ഗ്യാപ്പിട്ട് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ ഈ പോയിന്റഡ് സ്റ്റോണ് ഒട്ടിച്ചു കൊടുക്കാം. ഈ പോയിന്റഡ് സ്റ്റോൺ എന്ന് പറയുന്നത് നമ്മൾ ഗൗണിലൊക്കെ വെക്കുമ്പോഴേ നല്ല ഷൈനിങ് കിട്ടും. ഇപ്പം നൈറ്റ് പാർട്ടിക്കൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ, റിസപ്ഷനൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിലേ നന്നായിട്ട് തിളങ്ങി നിൽക്കാൻ വേണ്ടിയിട്ട് ഈ പോയിന്റഡ് സ്റ്റോൺ ഗോൾഡ് കളർ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ തന്നെ നല്ല ഗ്ലേസിങ് ഉണ്ടാവും ഈ ഒരു സ്റ്റോണിന്. ഫ്ലാറ്റ് സ്റ്റോണിനെക്കാട്ടിലും നല്ലത് ഈ പോയിന്റഡ് സ്റ്റോൺ തന്നെയാണ്. ഇപ്പോൾ ഇത് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് 2 എണ്ണത്തിൻ്റെ മേളിൽ ഒരെണ്ണം, അങ്ങനെ വരത്തക്ക രീതിയിൽ ഈ ചെയ്ത പ്രോസസ്സ് തന്നെ അങ്ങോട്ട് ചെയ്യാം. നേരത്തെ ചെയ്ത പോലെ തന്നെ ചക്കിരി വെക്കുക, അതിൻ്റെ മുകളിൽ സ്റ്റോൺ ഒട്ടിക്കുക. ഇപ്പം നമ്മൾ 2 ലൈൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതുപോലെ തന്നെ നമ്മൾ അടുത്ത ലൈനും കംപ്ലീറ്റ് ചെയ്ത് കാണിച്ചു തരാം.
ഇപ്പോൾ നമ്മൾ 3 ലൈൻ ഇതുപോലെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് വെച്ച് നിർത്താം, ഇത് വെച്ച് നിർത്തിയാലും ഭംഗിയാണ്. അതല്ല നമ്മൾ ചെറുതീന്ന് അങ്ങനെ പോയിട്ട് ലാസ്റ്റ് 1 പോയിന്റ് വരെ വരുന്നിങ്ങനെ അപ്പം ഒരു കോൺ ഷേപ്പിൽ കിട്ടും. അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം, അതും ഭംഗിയാണ്. ഇതിപ്പോൾ ചുരിദാറിൻ്റെ സ്ലീവാണ്. ചുരിദാറിൻ്റെ സ്ലീവ് ആയതുകൊണ്ട് ഞാൻ ഇവിടെ നിർത്തുവാണ്. നമ്മൾ ഈ സാരി ബ്ലൗസിൻ്റെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ പോയിന്റഡ് ആയിട്ട് വരുവാണ്, അതായത് കോൺ പോലെ നമ്മൾ വലുതിന്ന് ചെറുതിലേക്ക് ഇങ്ങനെ ചെയ്ത് വരുവാണെന്നുണ്ടെങ്കിൽ ആ ബ്ലൗസിനൊരു ബ്രൈഡൽ ലുക്ക് വരും. കണ്ടോ, ഇതിപ്പോൾ ഉണങ്ങി കഴിയുമ്പോൾ ഇതിൻ്റെ ഷൈനസ് നിങ്ങൾക്ക് മനസ്സിലാകും. ഇതിപ്പോൾ ഒരെണ്ണത്തിലൊരു ഗ്ലൂ കുറച്ച് കൂടി പോയിട്ടുണ്ട്, അത് കുഴപ്പമില്ല, ഫാബ്രിക് ഗ്ലൂ അല്ലേ, അപ്പം ട്രാൻസ്പെറൻ്റ് ആയി പൊക്കോളും ഉണങ്ങി കഴിയുമ്പോഴത്തേക്കും. ഇപ്പോൾ ബാക്കി എല്ലാം ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഉണങ്ങണം. ഉണങ്ങി സെറ്റായി കഴിയുമ്പോഴത്തേക്കും നമുക്ക് ബാക്ക് വശം ഒന്ന് തിരിച്ചിട്ട് ഒന്ന് അയൺ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഒന്നുകൂടെ സെറ്റായിട്ട് ഇരുന്നോളും. പിന്നെ ഒരു ദിവസം ഫുള്ള് നമ്മളിത് ഉണങ്ങാൻ വെക്കണം, എന്നാലേ നമുക്കിത് എടുത്തിട്ട് കാര്യമുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ പെട്ടെന്ന് പോകും, ബീഡ്സ് അല്ലേ, അപ്പോൾ ഒട്ട് ഷുവർ പറയാൻ പറ്റത്തില്ല, പെട്ടെന്ന് പോകും. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ തൊട്ടപ്പുറത്തൊരു ബെല്ലൈക്കൺ കൂടി ഉണ്ട്, അതും കൂടെ ഒന്ന് എനേബിൾ ചെയ്തിട്ടേക്കാം. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസൊക്കെ നിങ്ങൾക്ക് അപ്പം കിട്ടുന്നതാണ്. അപ്പോൾ ഇതുപോലുള്ള വേറെ നല്ല വീഡിയോസുമായിട്ട് ഞാൻ ഉടനെ വരാം കേട്ടോ. ബൈ.